प्यारे बच्चों नमस्ते। 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ജരൂരി ഖുറാഖ് എന്ന ഏകാംഗിയിലെ ഏകാംഗി പറഞ്ഞാൽ എന്താണ്? ഡ്രാമ, നാടകം. ബൽറാം അഗ്രവാൾ എഴുതിയിട്ടുള്ള ബാല ഏകാംഗിയാണ് ജരൂരി ഖുറാഖ്. നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് എന്തൊക്കെയാ? ടോക്കിയോ പട്ടണത്തിൽ ഭൂകമ്പമുണ്ടായല്ലേ? ടോക്കിയോ പട്ടണത്തിലെ കറണ്ട് സപ്ലൈ നിലച്ചു, ടവറുകൾ തകർന്നു അല്ലേ? മറ്റുള്ള സ്ഥലങ്ങളുമായി നഗരത്തിൻ്റെ സമ്പർക്കം ഇല്ലാതായി. കഴിഞ്ഞ മാസവും ഇതേപോലെ ജപ്പാനിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത് അല്ലേ? അപ്പം പപ്പ പറയണ മമ്മിയോട് അല്ലേ എന്താ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അല്ലേ? അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇന്ന് നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. മമ്മി ये कब हुआ? पापा घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेजी का। तीनों चीख चीख कर सुबह से समाचार सुना रहे हैं, लेकिन आप है कि मम्मी ये कब हुआ? ഇത് എപ്പോൾ സംഭവിച്ചു? യഹ് കബ് കബ് എപ്പോൾ. യഹ് കബ് ഹുവ ഇത് എപ്പോൾ സംഭവിച്ചു? പാപ്പ घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेजी का। तीनों चीख चीख कर सुबह से समाचार सुना रहे हैं, लेकिन आप है कि घर में 3 अखबार आते हैं. വീട്ടിലെ 3 പത്രങ്ങൾ വരുന്നുണ്ട് അല്ലേ? घर में 3 अखबार आते हैं. വീട്ടിൽ 3 പത്രങ്ങൾ വരുന്നുണ്ട്. 2 हिंदी के और 1 अंग्रेजी का. 2 ഹിന്ദി ന്യൂസ് പേപ്പറും 2 ഹിന്ദി അല്ലേ? 1 ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും. तीनों चीख चीख कर सुबह से ये समाचार सुना रहे हैं, लेकिन आप है कि മൂന്നിലും രാവിലെ തന്നെ അല്ലേ? മൂന്നിലും രാവിലെ വാർത്ത വന്നതാണ്. എന്താ വാർത്ത എന്ന് നമ്മൾ അറിഞ്ഞതല്ലേ? അപ്പം 3 പേപ്പറിലും എന്താ രാവിലെ വാർത്ത വന്നതാണ്. ലേക്കിൻ ആപ്പ് ഹേ കി എന്നാൽ നീ അല്ലേ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ല, നീ ഒന്നും നോക്കിയില്ല എന്നാണ് അച്ഛൻ അമ്മയോട് പറയുന്നത്. അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വേഗം സീരിയലിൽ മുഴുകിയിരിക്കുകയാണല്ലേ? അപ്പം ന്യൂസൊന്നും അമ്മ കേൾക്കാറില്ല, കാണാറുമില്ല, വായിക്കാറുമില്ല അല്ലേ? ന്യൂസ് അറിയുന്നതൊന്നും അമ്മയ്ക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. മമ്മി चीख चीख कर सुना रहे हैं, मुझे तो एक शब्द भी सुनाई नहीं दिया. നിലവിലൊന്നും ഞാൻ കേട്ടില്ല അല്ലേ? മുझे तो एक शब्द भी सुनाई नहीं दिया. ഞാനിതൊന്നും അറിഞ്ഞതേയില്ല, ഞാനിതൊന്നും കേട്ടതേയില്ല, ഞാനിതൊന്നും അറിഞ്ഞതേയില്ല. पापा सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती രമാജി. പപ്പ ദേഷ്യത്തോടെയാണല്ലേ ചോദിക്കുന്നതല്ലേ? सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती രമാജി. രാവിലെ മുതൽ അല്ലേ? സുബഹ് സേ രാവിലെ മോർണിംഗ് മുതൽ അല്ലേ? രാവിലെ മുതൽ ഷാം തക്ക്, ഷാം മീൻസ് ഈവനിങ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മനോരഞ്ജൻ മേ ഡൂബേ രഹ്നെ വാലെ ലോകോം കോ ദർദ് അല്ലേ? ഡൂബേ രഹ്നെ വാലെ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സീരിയലിൽ മുഴുകിയിരിക്കുന്ന അല്ലേ? മുഴുകിയിരിക്കുന്നവർക്ക് ലോകോം കോ ദർദ് മേ ഡൂബേ ലോകോം കി ചീക്കേം സുനായി നഹീം ദേത്തി രമാജി. എന്താ പറഞ്ഞ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ സീരിയലിൽ മുഴുകിയിരിക്കുന്നവർക്ക് അല്ലേ?
ജനങ്ങളുടെ വേദനകൾ അല്ലേ, അതായത് അവരുടെ ആ നിലവിളികൾ അല്ലേ. അപ്പം വേദന കൊണ്ട് പുളയുന്നവരുടെ നിലവിളികൾ കേൾക്കാൻ കഴിയില്ല രമാജി. അതാണ് അച്ഛൻ ദേഷ്യത്തോട് പറയണല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സീരിയലിൽ മുഴുകിയിരിക്കുന്നവർക്ക് ജനങ്ങളുടെ വേദന കൊണ്ട് പുളയുന്ന ആ നിലവിളി കേൾക്കാൻ കഴിയില്ല രമാജി. മമ്മി कैसी बातें करते हैं? पापा ठीक कह रहा हूँ, हाथ से इशारा करके। इतने मोटे मोटे अक्षरों में हेड न्यूज़ छपी है सभी अखबारों में। आंख उड़ाकर कभी देखती हो अखबार की ओर? मम्मी പറയലേ कैसी बातें करते हैं, എന്താ ഈ പറയുന്നത്? പപ്പ ടീക്ക് കഹ്രഹാഹും, ശരിക്കു പറയാം. ഹാത്ത് സേ ഇഷാര കർക്കെ, വിരൽ ചൂണ്ടിക്കൊണ്ടല്ലേ, കൈ ചൂണ്ടിക്കൊണ്ട് അച്ഛൻ പറയാണല്ലേ. ടീക്ക് കഹ്രഹാം, ശരിക്കു പറയാം. ഇത്തിനി മൂട്ടി മൂട്ടി അക്ഷരമല്ലേ. അപ്പം എന്താ എവിടേക്കാ കൈ ചൂണ്ടുന്നത്? കൈവിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? ന്യൂസ് പേപ്പറിന് നേരെ അല്ലേ. ഇത്തിനി മൂട്ടി മൂട്ടി അക്ഷരമേ ഹെഡ് ന്യൂസ് ചപ്പി ഹേ സബി അഖബാരോമേ. ഇത്രയും വലിയ വലിയ അക്ഷരത്തിൽ ഹെഡ് ന്യൂസ് അച്ചടിച്ച് പേപ്പറിലുണ്ട് അല്ലേ. ആങ്ക് ഉടാക്കർ കബി ദേഖ്തി ഹോ അഖബാർ കി ഓർ, കണ്ണ് തുറന്ന് ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നീ പേപ്പറിന് നേരെ നോക്കിയോ? മമ്മി घर के काम काज से फुर्सत मिले तभी तो कोई अखबार देखे पड़े. മമ്മി എന്താ പറഞ്ഞേ? घर के काम काज से फुर्सत मिले, വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഞാനിപ്പോൾ പേപ്പറിലൊക്കെ നോക്കാനല്ലേ. അപ്പം എന്താ घर के काम काज से फुर्सत मिले तभी तो कोई अखबार देखे पड़े. വീട്ടു ജോലി കഴിഞ്ഞ് സമയം കിട്ടിയിട്ട് വേണ്ടേ പത്രം നോക്കാൻ അല്ലേ. घर के काम काज से फुर्सत मिले, വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞിട്ടില്ലേ. തബി തോ കോയി അഖബാർ ദേഖേ പടേ, വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പേപ്പറിലേക്കൊന്ന് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നാണ് മമ്മി പറയുന്നത്. പപ്പ ടീക്ക് കർത്തി ഹോ ഉൽട്ടി സീതേ സീരിയൽ तो तुम जैसे घर के काम करते करते देखती रहती है. ശരിയല്ലേ, കൊള്ളാം. എന്താ ഉൽട്ടി സീതേ സീരിയൽ तो तुम कैसे घर के काम करते करते देखती रहती हो. എല്ലാ സീരിയലുകളും എന്താ വീട്ടു ജോലികൾക്കിടയിലും നീ കാണുന്നുണ്ടല്ലോ. मम्मी बस काम काज में चाहे जितना घड़े मनोरंजन की आस पास न फटक जाए घर की औरत. मम्मी എന്താ പറഞ്ഞേ? बस काम काज में चाहे जितना घड़े मनोरंजन की आस पास न फटक जाए घर की औरत. എന്താ പറഞ്ഞേ അമ്മ? ബസ് കൊള്ളാം. काम काज में चाहे जितना घड़े मनोरंजन की आस पास न फटक जाए घर की औरत. അല്ലേ, വീട്ടു ജോലി എത്ര വേണമെങ്കിലും ആകാം, പക്ഷേ എന്താ മനസ്സിന് സന്തോഷമല്ലേ. മനോരഞ്ജൻ കി ആസ് പാസ്, മനസ്സിന് സന്തോഷം കിട്ടുന്നിടത്തേക്ക് പോകാൻ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പാടില്ല അല്ലേ. പപ്പ അല്ലേ, പപ്പയ്ക്ക് ദേഷ്യം പിടിച്ചു അങ്ങനെ പറഞ്ഞപ്പം പപ്പ रमा रमा तुम मेरी बात को गलत समझ रही हो. मेरे कहने का मतलब है कि न तो घर के काम काज में और न ही अपने मनोरंजन में हमें इस कदर डूबे जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. പപ്പ രമാ രമാലേ ദേഷ്യത്തോടെ അമ്മയെ വിളിക്കണേ. തും മേരി ബാത്ത് കോ ഗലത്ത് സമച്ച് രഹി ഹോ. എന്താ പറഞ്ഞത്? നീ ശരിക്കും എന്താ മനസ്സിലാക്കി? ഞാൻ പറഞ്ഞത് ശരിക്കല്ലേ നീ മനസ്സിലാക്കിയത്? മേരെ കഹനെ കാ മത്ലബ് ഹേ കി നാ ഘർ കി കാം കാജ് മേ ഔർ നാ ഹി അപ്നെ മനോരഞ്ജൻ മേ ഹമേं इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए.
അച്ഛൻ ദേഷ്യത്തോട് അമ്മയെ വിളിക്കണല്ലേ. രമേ, ഞാൻ പറഞ്ഞത് ശരിക്കല്ല നീ മനസ്സിലാക്കിയത്. വീട്ടുജോലികളായാലും വിനോദത്തിനായാലും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നല്ലേ, നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളല്ലേ, വാർത്തകൾ. അറിയാത്തവർ വീട്ടുജോലികൾ ചെയ്യുന്നതിനിടയിലും നമ്മുടെ ചുറ്റിലുമുള്ള സീരിയൽ കാണുകയാണെങ്കിലും നമ്മുടെ ചുറ്റിലും നടക്കുന്ന നമ്മുടെ ലോകത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരെക്കുറിച്ച് മനസ്സിലാക്കണം, അതറിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സീരിയൽ കാണണ്ട എന്നല്ല അച്ഛൻ പറഞ്ഞത് എന്നാണ് അച്ഛൻ പറയുന്നത്. സീരിയലിൽ മാത്രം മുഴുകിയിരിക്കരുത്, ലോകത്ത് നടക്കുന്ന വാർത്തകളും അറിയണം എന്നാണ് അമ്മയെ മനസ്സിലാക്കി കൊടുക്കുന്നത്. മമ്മി, ഐ ആം സോറി. ഐ ആം സോറി ഇംഗ്ലീഷ് പറഞ്ഞല്ലേ, എന്താ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. പപ്പ, जापान में आज सुबह सैकड़ों लोग मौत के मुंह में समा गए. सैकड़ों लोग लापता है. जान और माल दोनों का नुकसान हुआ है. माना कि जापान एक दूसरा देश है लेकिन है तो सब मनुष्य है. जापान में आज सुबह सैकड़ों लोग मौत के मुंह में समा गए. ജപ്പാനിൽ ഇന്ന് പുലർച്ചെയിലെ നൂറുകണക്കിന്, സൈക്കഡോമിലെ നൂറുകണക്കിന് ആളുകൾ എന്താ മരണമടഞ്ഞു. ജപ്പാൻ മേ ആജ് സുബഹ് സൈക്കഡോ ലോഗ് മൗത്ത് കെ മുഹ് മേ സമാ ഗയേ. ജപ്പാനിൽ ഇന്ന് നൂറുകണക്കിന് ജനങ്ങൾ മരണമടഞ്ഞു. സൈക്കഡോ ലോഗ് ലാപ്താ ഹെ. നൂറുകണക്കിന് ആളുകൾ എന്താ, ആളുകളെ കാണാതായില്ലേ. അത് അത്രയും വലിയ ഭൂകമ്പമാണ് ഉണ്ടായത്, നമ്മൾ വാർത്ത അറിഞ്ഞു. അപ്പം ജപ്പാനിൽ നിന്ന് പുലർച്ചെ നൂറുകണക്കിന് ആളുകൾ മരണമടഞ്ഞു. അത്രയും പേര്, അതായത് നൂറുകണക്കിന് ആളുകളെ കാണാനില്ല. ജാൻ ഓർ മാൽ ദോനും കാ നുക്സാൻ ഹുവാ ഹെ. അവരുടെ സമ്പത്തിലെ, അവരുടെ സമ്പത്തുകളും എല്ലാം, ജീവനും എല്ലാം. ജാൻ ജീവൻ, ജാൻ ഓർ മാൽ, മാൽ എന്ന് പറഞ്ഞാൽ ജാൻ ഓർ മാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും സമ്പത്തും എല്ലാം എന്താ, ദോനും കാ നുക്സാൻ ഹുവാ ഹെ. നഷ്ടമായിരിക്കും, നഷ്ടമുണ്ടായിരിക്കണം അവിടെ. എല്ലാ സമ്പത്തുകളെല്ലാം നശിച്ചു, ജനങ്ങളും ജീവനും നശിച്ചു അല്ലേ. माना कि जापान एक दूसरा देश है लेकिन है तो सब मनुष्य ही. ജപ്പാൻ അന്യരാജ്യമായിരിക്കാം, പക്ഷെ എന്താ, എല്ലാവരും അവിടെയുള്ളവർ മനുഷ്യർ അല്ലേ, അവിടെയുള്ളവരും മനുഷ്യരല്ലേ. നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്നാണ് അമ്മയോട് അച്ഛൻ പറയുന്നത്. മീ ടീക്ക് കഹത്തെ ഹോ മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. എന്താണ് മമ്മി, ടീക്ക് കഹത്തെ ഹോ, ശരിയാണ് പറഞ്ഞതൊക്കെ. മുझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. പക്ഷേ അല്ലേ, എനിക്കെന്താ ആ സീരിയൽ അല്ലേ, എൻ്റർടൈൻമെൻറ്റ്, ആ സീരിയൽ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ആ സീരിയൽ കാണുന്നതിലൊരു അതിർത്തിയില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അത് നിർത്താൻ കഴിഞ്ഞില്ല, ആ പരിധിയിൽ അല്ലേ, അതായത് ആ സീരിയൽ ഒരു പരിധിയിൽ നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. പപ്പ, സിർഫ് തുമേ നഹീം ദർശകോം കി ഓർ ഇഷാര കർക്കെ ഹം സഭി കോ. സിർഫ് തുമേ നഹീം എന്താ പറഞ്ഞേ, ശരിയാണല്ലേ. സിർഫ് തുമേ നഹീം, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. ശരിയാണ്, അതെന്താ, നിന്റെ മാത്രം പ്രശ്നമല്ല. ബ്രാക്കറ്റിൽ കണ്ടോ എന്താ, ദർശകോം കെ. ദർശകം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരല്ലേ, നമ്മൾ നാടകം കാണുകയാണ്. അപ്പം ദർശകോം കി ഓർ ഇഷാര കർക്കെ, കാണികളുടെ നേരല്ലേ, കാഴ്ചക്കാരുടെ നേർക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പപ്പ പറയുകയാണ്. എന്താ പറഞ്ഞേ, ഹം സബീക്കോ. ഹം സബീക്കോ എന്താ, നമ്മളെല്ലാവരുടെയും പ്രശ്നം ഇതന്നെയാണ് അല്ലേ. നമ്മൾ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും. നമ്മളെന്താ, ലോകത്തുള്ള വാർത്തകൾ അറിയാൻ നമുക്ക് സമയം കിട്ടില്ല, അതാണ്, അതിനോട് താല്പര്യമുണ്ടാവില്ല, അതാണ് അച്ഛൻ പറയുന്നത്. അപ്പം അവസാനം പപ്പ എന്താ പറഞ്ഞത്, തുമേ സിർഫ് നഹീം അല്ലേ,
നിന്റെ മാത്രം പ്രശ്നമല്ല, കേവലം നിന്റെ മാത്രം പ്രശ്നമല്ല. ദർശകോം കി ഓർ ഇഷാര കർക്കെ, കാഴ്ചക്കാരുടെ നേരെ ചൂണ്ടിക്കൊണ്ടാണ് പപ്പ പറയുന്നത് ഹം സബിക്കോ, എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ് അല്ലേ. ദൃശ്യ സമാപ്തി, കർട്ടൻ താഴ്ന്നു അല്ലേ. അപ്പം നമ്മുടെ നാടകം കഴിഞ്ഞു. നമ്മുടെ ജരൂരി ഖുറാക്ക് നാടകം ഇവിടെ അവസാനിച്ചു. അപ്പം ഈ നാടകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് സംഭാഷണങ്ങളുണ്ട് അല്ലേ. അമ്മയും അച്ഛനും അമ്മയും പറയുന്ന സംഭാഷണങ്ങളുണ്ട്. പിന്നെന്താ, ന്യൂസ് തയ്യാറാക്കുന്ന ഭാഗം നമ്മൾ പഠിച്ചു. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു പോസ്റ്റർ ഉണ്ട്. ഹിന്ദി ദിവസത്തിൻ്റെ പോസ്റ്റർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാലും നോട്ട്ബുക്കിൽ ഈ പോസ്റ്റർ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ന്യൂസൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ओके, धन्यवाद.